ഉടയോൻ പാടച്ചവരെ ഉലകിൽ ജനിച്ചവരെ ഉദവി നൽകും ഇലാഹിനെ മറന്നവരെ. ഉടയോൻ പാടച്ചവരെ ഉലകിൽ ജനിച്ചവരെ ഉദവി നൽകും ഇലാഹിനെ മറന്നവരെ. അഞ്ചു നേരത്തെന്നും നമ്മൾ നമസ്കരിക്കാൻ അഹദോൻ വീതിച്ചോനല്ലാനിൽ നോൻപ് നോൽക്കാൻ ഹജ്ജ് ചെയ്തിടുവാൻ സക്കാത്തേകിടുവാൻ ഹജ്ജ് ചെയ്തിടുവാൻ സക്കാത്തേകിടുവാൻ ഉടയോൻ പാടച്ചവരെ. സ്വത്തും സുഖവും വീടും നാടും പിരിയും നേരം സ്വന്തം കുടുംബക്കാർ തേങ്ങിക്കരയും നേരം സകലം മാറിയും ഇലാഹിൻ്റെ സഹായം മാത്രം. സകലം മാറിയും ഇലാഹിൻ്റെ സഹായം മാത്രം. ഉടയോൻ പാടച്ചവരെ ഉലകിൽ ജനിച്ചവരെ ഉദവി നൽകും ഇലാഹിനെ മറന്നവരെ. അഞ്ചു നേരത്തെന്നും നമ്മൾ നമസ്കരിക്കാൻ അഹദൻ വീതിച്ചോനല്ലാനിൽ നോൻപ് നോൽക്കാൻ ഹജ്ജ് ചെയ്തിടുവാൻ സക്കാത്തേകിടുവാൻ ഹജ്ജ് ചെയ്തിടുവാൻ ഹജ്ജ് ചെയ്തിടുവാൻ. ഹജ്ജ് ഒരെണ്ണമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടും മൂന്നൊക്കെ വെറും പ്രഹസനം ഉണ്ടോ? എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ചിലരൊക്കെ നോട്ടീസിൽ പേരിൻ്റെ കൂടെ ഹാജി വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുറേ കോലാകലഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാനറിയുന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്, നിങ്ങളറിയുന്നിടത്തൊക്കെ ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിയില്ല. പിന്നെ സൃഷ്ടാവിനോട് അല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാനാണ്, അത് ഒരെണ്ണമൊക്കെ മതി. ബാക്കിയുള്ള കാശ് കൊണ്ട് അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും, മരുന്ന് മേടിക്കാൻ കാശില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ സഹായിക്കുക. പിന്നെ കുടിലില്ലാത്തവരുണ്ടാവും, വിവാഹം കഴിഞ്ഞ് പോവാത്ത പെൺകുട്ടികളുണ്ടാവും. അപ്പോൾ കഴിയുമെങ്കിൽ അവരൊക്കെ സഹായിക്കുക. അല്ലാതെ ഈ പടപ്പുകൾക്കിടയിൽ നിന്നിട്ട് പടവിട്ടിട്ട് ഞാൻ ഇത്ര ഹജ്ജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പോളിഷ് ചെയ്തിട്ടൊരു കാര്യമില്ല. പടച്ച തമ്പുരാനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം ഒരു ഹജ്ജിന് ശേഷം വീണ്ടും വീണ്ടും ഹജ്ജ് ചെയ്യുന്നതല്ല, അന്നമില്ലാത്തവന് അന്നം കൊടുക്കുക എന്നുള്ളതാണ്, വെള്ളം കൊടുക്കുക എന്നുള്ളത്. അപ്പം എന്നാൽ ഓക്കെ.